ഫ്രൂട്ട് കസ്റ്റർഡ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ, കഴിക്കുന്ന എല്ലാവരും നിങ്ങളെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു അര കപ്പ് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ റോസ്റ്റഡ് അല്ല, സാദാ സേമിയാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരണം. കണ്ടില്ലേ, ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടത് കളർ ചേഞ്ചായി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 3/4 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. എന്നിട്ട് ഒരു ബൗളിലോട്ട് ഒരു 3 ടീസ്പൂൺ നമുക്ക് വാനില കസ്റ്റർഡ് പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടിത് സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വേണം വയ്ക്കാൻ, കാരണം പെട്ടെന്ന് അങ്ങോട്ട് വറ്റി പോകരുതല്ലോ. അതുകൊണ്ട് നന്നായിട്ട് തിളയൊക്കെ വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ 3/4 ലിറ്റർ പാലിൻ്റെയാണ് കസ്റ്റർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത്. ആദ്യമേ നമ്മൾ 1/2 ലിറ്ററാണ് യൂസ് ചെയ്ത്, ബാക്കി പാൽ ഇപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റർഡ് ഇട്ട് കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈ മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ അത് കട്ട കെട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ പാലൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ചെറിയൊരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കിത് തോന്നിച്ചിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അല്ല. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് ഇച്ചിരി കൂടി ഒന്നൊരു എന്താ പറയുന്നത്, ഒരു തിക്കായിട്ട് വരും. നമ്മുടെ കസ്റ്റർഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു തിളയും കൂടെ വന്നാൽ മതി. കണ്ടോ, തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റർഡ് കറക്റ്റായി എന്നുള്ളതിൻ്റെയാണത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാജു ബദാം പിസ്തയാണ് ചേർക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. നമ്മൾ ഈ ഫ്രൂട്ട് കസ്റ്റർഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സേമിയയും നമ്മുടെ ഈ നട്ട്സും എല്ലാം കൂടി കഴിക്കാൻ കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ആദ്യമേ കുറേശ്ശെ നമ്മുടെ കസ്റ്റർഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കുക. സേമിയയും നട്ട്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള അടിപൊളി നമ്മുടെ കസ്റ്റർഡാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്കിതിനകത്ത് ചേർക്കാവുന്നതാണ്. ആദ്യമേ ഞാൻ കുറച്ച് പൈനാപ്പിൾ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സീഡ്ലെസ് പച്ചമുന്തിരിയാണ് ചേർക്കുന്നത്. അത് ഞാൻ പീസാക്കി വെച്ചിരിക്കുക. എന്നിട്ട് കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറുത്ത മുന്തിരി, അതും ഞാൻ പീസാക്കി വെച്ചിരിക്കുകയാണ്. സീഡ്ലെസ് മുന്തിരിയാണ്. ഇന്നതൊന്നുമില്ല, നമുക്ക് എന്തുണ്ടോ അതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് മാമ്പഴമാണ് ചേർക്കുന്നത്. എന്നിട്ട് കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് കസ്റ്റേർഡ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സൊക്കെ രണ്ടാമതൊന്നുകൂടെ ഒന്നിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തേലും സ്പേസ് ഉണ്ടോ അതുപോലെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് കസ്റ്റേർഡ് ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് അലങ്കരിച്ചെടുക്കുക. ഫ്രൂട്ട് കസ്റ്റേർഡ് ഒന്നും കഴിക്കാൻ ആരും സമയം സന്ദർഭമൊന്നും നോക്കാറില്ല, എൻ്റെ നോട്ടത്തിൽ കേട്ടോ. കാരണം ആർക്കും ഇത് എപ്പോൾ കൊടുത്താലും ആരും നോ പറയാറില്ല. എല്ലാവരും അത് വളരെ എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ പിന്നെയും നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറച്ചുകൂടി ഒരു നമ്മുടെ കസ്റ്റേർഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി ഫ്രൂട്ട്സൊക്കെ ഇട്ടെന്ന് നന്നായിട്ട് അലങ്കരിച്ച് നല്ലൊരു എന്താ പറയുന്നത്, ആർക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കണം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റേത്. കണ്ടോ, ഏറ്റവും ലാസ്റ്റ് കുറച്ച് നമുക്ക് അനാറൊക്കെ മുകളിലിട്ട് കുറച്ചുകൂടി ഫ്രൂട്ട്സ് ഇട്ട് നടുക്കൊരു മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.